നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സീസണിലെ ഏറ്റവും മികച്ച താരത്തെ തിരഞ്ഞെടുക്കാനുള്ള ബാലൻ ഡിയോറിൻ്റെ നോമിനി ലിസ്റ്റ് ഇന്നലെ പുറത്തുവിട്ടിരുന്നു. നമുക്കറിയാം, സൂപ്പർ താരങ്ങളായ ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിക്കും ഇത്തവണ ഇടം നേടാൻ കഴിഞ്ഞിട്ടില്ല. 2003 ശേഷം ആദ്യമായാണ് ഇരുവരും ഈയൊരു നോമിനി ലിസ്റ്റിൽ നിന്ന് ഒരുമിച്ച് പുറത്താകുന്നത്. 21 വർഷങ്ങൾക്ക് ശേഷമാണ് മെസ്സിയും ക്രിസ്ത്യാനോയും ഇല്ലാതെ ഒരു നോമിനി ലിസ്റ്റ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പ്രധാനപ്പെട്ട താരങ്ങളെല്ലാവരും ഇടം നേടിയിട്ടുണ്ട്. എന്നാൽ റയൽ മാഡ്രിഡ് സൂപ്പർ താരമായ റോഡ്രിഗോക്ക് ഇടം ലഭിക്കാത്തത് വലിയ അത്ഭുതം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മികച്ച പ്രകടനം കഴിഞ്ഞ സീസണിൽ നടത്തിയ സലാക്കും ഇടം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു നോമിനി ലിസ്റ്റിൽ 30 അംഗ പട്ടികയാണ് അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതിൽ ലാലിഗയുടെ ഒരു ആധിപത്യമാണ് എടുത്ത് കാണിക്കാൻ സാധിക്കുന്നത്. അതിനേക്കാൾ ഉപരി റയൽ മാഡ്രിഡിൻ്റെ ഒരു തികഞ്ഞ ആധിപത്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. റയലിൻ്റെ 7 താരങ്ങളാണ് ഈ ഒരു പട്ടികയിൽ ഇപ്പോൾ ഇടം കണ്ടെത്തിയിട്ടുള്ളത്. അത് ഒരാൾ കിലിയൻ എംബപ്പയാണ്. അദ്ദേഹം കഴിഞ്ഞ സീസണിൽ PSG വേണ്ടിയാണ് കളിച്ചത്. പക്ഷേ നിലവിൽ അദ്ദേഹം റയലിൻ്റെ താരമാണ്. അതുപോലെ തന്നെ വിനീഷ്യസ് ജൂനിയർ ഉണ്ട്. ഏറ്റവും കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്ന താരം വിനിയാണ്. അതുപോലെ തന്നെ ജൂഡ് ബെല്ലിംഗ്ഹാം അവിടെയുണ്ട്. കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം നടത്തി. ടോണി ക്രൂസ് റയലിൻ്റെ താരമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാനി കാർവഹൽ, ഫെഡെ വാൽവർദെ, അന്റോണിയോ റൂഡിഗർ എന്നിവരാണ് റയൽ മാഡ്രിഡിൽ നിന്നും ഇടം നേടിയിട്ടുള്ള താരങ്ങൾ. 7 താരങ്ങൾ റയലിൽ നിന്നും ഇടം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവരെ മറികടക്കാൻ മറ്റൊരു ക്ലബിനും കഴിഞ്ഞിട്ടില്ല. അതായത് ഈ ഒരു നോമിനി ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ താരങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത് റയൽ മാഡ്രിഡിൽ തന്നെയാണ്. ഇനി ലാലിഗയുടെ കാര്യത്തിലേക്ക് വന്നാൽ ആകെ 11 താരങ്ങളാണ് ലാലിഗയിൽ നിന്നും ഇടം നേടിയിട്ടുള്ളത്. റയൽ മാഡ്രിഡിൻ്റെ ഈ ഒരു 7 താരങ്ങൾ വരുന്നു. അതുപോലെ തന്നെ ജിറോണയുടെ ആർദം ഡോബിക്ക് ഒരാളാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ലാലിഗ വിട്ടിട്ടുണ്ട്. FC ബാഴ്സലോണയുടെ ഡാനി ഒൽമോ വരുന്നുണ്ട്. അതുപോലെ തന്നെ ലാമിൻ യമാൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നിക്കോ വില്യംസും വരുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു 11 താരങ്ങളാണ് ലാലിഗയിൽ നിന്നും നോമിനിയായി കൊണ്ടുവന്നിട്ടുള്ളത്. ഏതായാലും റയൽ മാഡ്രിഡിൻ്റെയും അതുപോലെ തന്നെ ലാലിഗയുടെയും ഒരു ആധിപത്യമാണ് കഴിഞ്ഞ സീസണിലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.